ഹലോ, കുറേ കാലത്തിന് ശേഷം ഒരു ചെറിയ വ്ളോഗാണിന്ന്. ഇപ്പം മലപ്പുറത്ത് ജാംജൂമിൽ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ ഇവരും കൊണ്ട് പോയാൽ ഉള്ളത് മുഴുവൻ ഇങ്ങനെ പൊക്കിയിടും. വീട്ടിലുള്ളതാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും പിന്നെ കുറേ മിഠായി സംഭവങ്ങളൊക്കെ. അത്ര വലുത് വേണ്ട, അടിയിലതാ ചെറുത്. ഓൽക്ക് വേണ്ട സാധനങ്ങൾ പിന്നെ ആരും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, അതൊക്കെ ഓല തന്നെ പോയിട്ട് സെലക്ട് ചെയ്യും. അപ്പോഴുള്ള ഓല എക്സ്പ്രഷനും പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറഞ്ഞാലുള്ള എക്സ്പ്രഷനൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. മഞ്ഞയില്ല, ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിൽ യെല്ലോ. അപ്പോൾ ഓൽക്ക് രണ്ടാൾക്കും റെഡ് വേണമെന്ന് പറഞ്ഞാൽ റെഡ് എടുത്തിട്ടുണ്ട്. എനിക്കുള്ള യെല്ലോ എപ്പോഴൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ഓരോന്നൊക്കെ എടുത്തുകൊണ്ടുവരാൻ പറയുമ്പോൾ ഓൾക്ക് വലിയ ഡിമാൻഡായിരിക്കും പോവാനും. അപ്പോൾ ആ ഒരു ടൈമിൽ ഓൽക്ക് എന്തെങ്കിലും വാരി കൂട്ടണം എന്നുള്ള ഒരു ചിന്തയാണ് കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി പോട്ട്. ഇത് നമ്മൾ എടുത്തിട്ടില്ല, പക്ഷെ കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണ്. അടുത്തത് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ്. അത് ഇതെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മോജിറ്റോ ഹോസ്പിറ്റൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ബില്ലാക്കി. ഇത് പിന്നെ സ്ഥിരമുള്ള ഒരു പരിപാടിയാണ്, ഒരു കൂപ്പൺ പൂരിപ്പിച്ചിടുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തിട്ടിട്ടുണ്ട്. ഭാഗ്യമുണ്ടോയെന്ന് നോക്കാമല്ലോ. അപ്പോൾ അത് ഓളെ കയ്യിൽ നിന്ന് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സാധനങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ബില്ലിൻ്റെ അത്ര നീളം ഉണ്ടാക്കായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ശൂലും ഉണ്ട് കൈക്കല്, അതും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ബിസ്മിയും ജെല്ലിയും രണ്ടാളും ഓരോന്ന് ഇടുന്നുണ്ട്. അങ്ങനെ അടുത്തത് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരു ചായ മക്കാനി നടക്കല്ലേ. അങ്ങനെ ഇവിടെ ചായൻ്റെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി കയറി. അവിടെ കണ്ട സ്നാക്സ് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഓരോന്നും ഇതെടുത്തിട്ടുണ്ട്. ഊട്ടി ചായ, അവിടുത്തെ സ്പെഷ്യൽ ഊട്ടി ചായ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് അങ്ങനെ വീട്ടിലെത്തി ഓല് വാങ്ങി കൂട്ടിയതൊക്കെ പെറുക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു വാങ്ങിയത് ഫുള്ള് വീട്ടിലെത്തി ഇങ്ങനെ ഓരോന്ന് എടുത്തു വെക്കുമ്പോഴാണ് കാണുന്നത് എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളതൊക്കെ. ഇതൊക്കെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ളൊരു നൂഡിൽസോ എന്തോ ഒരു സംഭവമായിരുന്നു. അതൊന്നും കഴിച്ചിട്ട് തന്നെയല്ല, ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കിയൊക്കെ ചെയ്തു. അങ്ങനെ അതൊന്നും എടുത്തതുപോലെ ഞാൻ കണ്ടിട്ടില്ല. വെറൈറ്റി സംഭവമാണ്. ഇങ്ങനെ എന്തെങ്കിലും ഇത് കഴിക്കാത്തതൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ കണ്ടാൽ വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞെടുക്കും. പക്ഷെ അത് കഴിക്കാൻ കൊള്ളാത്ത സംഭവങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ചീസാണ് എൻ്റെ ഫേവറേറ്റ് സംഭവം കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. മറ്റത് ഓല് രണ്ടാളും കഴിച്ചു, പക്ഷേ എനിക്കത് വലിയ ഇഷ്ടമല്ല. എനിക്ക് യെല്ലോ ചീസിൻ്റെ ഫ്ലേവറാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഇത് അവസാനം എപ്പോഴും ബില്ലാക്കുന്ന ടൈമിൽ എടുക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ അങ്ങനെയെല്ലാം അതാത് സ്ഥാനത്തേക്ക് വെച്ച്
പാടില്ല. അങ്ങനെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. ഇന്ന് ഇഡ്ഡലിയും പിന്നെ കുറച്ച് ദോശയും ആണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇഡ്ഡലി ചുട്ട് കഴിഞ്ഞിട്ട് ബാക്കി ഇങ്ങനെ ദോശ ആക്കിയിട്ട് ചൂടാണ്. ഇഡ്ഡലിക്ക് ഒരു സ്പെഷ്യൽ ചട്നി, സിമ്പിളായിട്ടുള്ളൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയിലേക്ക് ഇട്ടിട്ട് അപ്പോൾ ആ തേങ്ങേൻ്റെ ഒരു പീസ് അങ്ങനെ മൊത്തത്തിൽ പോന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി, കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുള്ള പുളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുക. അങ്ങനെ പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് കടുകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇടുക. ഒരു വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ ഈ ചട്നി റെഡിയായി. അപ്പോൾ പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ചട്നി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഡ്ഡലിയിലേക്ക് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അങ്ങനെ ഇതാ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഫ്രീ ആയി വന്നപ്പോൾ തന്നെ ഇഡ്ഡലി കുറച്ചുണ്ടാക്കിയതൊക്കെ മക്കൾ ഒക്കെ തിന്ന് തീർത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാനും വേണം എന്നൊക്കെ പറഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇതാ ഇഡ്ഡലിയും ചട്നിയും അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള അതിൻ്റെ കച്ചറയാണ് ബാക്കിൽ കേൾക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നഴ്സറിക്ക് കൊടുത്ത് ഇടാൻ എടുത്ത് ചെയ്യുന്ന ഒരു പീസും കൂടെ അവൾക്ക് അവിടെ അടി ഉണ്ടാക്കിയിട്ട് അവൾക്ക് കൊടുക്കേണ്ടി വന്നു. ഇന്ന് കറിക്കൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. കുറച്ച് പയറും മത്തൻ്റെ ഇലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് വെക്കുന്നത്. ഞാൻ ഓൾക്ക് സ്കൂളിലേക്കുള്ള പ്രിപ്പറേഷൻ്റെ ഇടയിൽ കൂടെ ചോറും വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി പയറുപ്പേരിക്കും ഒക്കെ പയറുപ്പേരി ഉണ്ടാക്കിയാൽ സ്കൂൾക്കും അത് കൊടുത്തിടാം.
ഉണ്ടാക്കിയരാ. ഇപ്പോൾ വീഡിയോൻ്റെ ഇടയിൽ കുറേ മ്യൂസിക് ഇട്ടിട്ടൊക്കെ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊക്കെ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ ഗാലറിയിൽ ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് എന്തെങ്കിലും പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ കാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറയണം എന്നുള്ള ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി. ഡോഗ്, ഫ്ലവർ. ഇങ്ങനെ അല്ലിക്ക് എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓളെ കുറച്ചും കൂടെ ഒന്ന് ഇതാക്കിയിട്ട് ഇന്നെന്തോ ഓൾക്ക് എന്തൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് ഓളെ പറഞ്ഞേക്കാണ്. അപ്പോൾ പയറുപ്പേരി റെഡി ആയിട്ടുണ്ട്. സ്കൂളിലേക്കുള്ള പയറും ഒക്കെ പാക്ക് ചെയ്ത് ഓളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പൊന്നു സ്കൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വാട്ടർ ബോട്ടിലൊന്നും ബാഗിൽ വെക്കാതെ കയ്യിലൊക്കെ തൂക്കി പിടിച്ച് പോകുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഇപ്പം മനസ്സിലായില്ല. അപ്പം അങ്ങനെ അല്ലിനും കൂടെ പറഞ്ഞയച്ചാൽ എനിക്കെൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം. വീഡിയോ എടുക്കണോണ്ട് കേട്ടോ ഇത്രയും നല്ല അച്ചടക്കമുള്ള കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മുടി വാരുന്ന ടൈമിലൊക്കെ ആകെ ഓടുമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അങ്ങനെ തിരിച്ചു പിടിച്ചാൽ പേപ്പറൊക്കെ ഉണ്ടോ? വീടിൻ്റെ അടുത്ത് തന്നെയാണ് നഴ്സറി. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയാക്കി കൊടുക്കലാണ്. അങ്ങനെ ഓല് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തലേദിവസം കഴിച്ചതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മത്തൻ്റെ ഇല, ഇതിൽ നിന്ന് ഇങ്ങനെ വള്ളിയോടെയാണ് മത്തൻ്റെ ഇല കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഇല മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ പിച്ചിയെടുക്കണം. ഈ പണി ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ പിച്ചി ഇങ്ങനെ പറിച്ചെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മത്തൻ്റെ ഇല കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിലും പക്ഷെ ഇതിങ്ങനെ പറിച്ച് ഇങ്ങനെ എടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഞരമ്പുകളൊന്നും കുടുങ്ങാണ്ട് ഇങ്ങനെ ഇല മാത്രമായിട്ട് കിട്ടണം. പണ്ട് എൻ്റെ അമ്മമ്മ ഇങ്ങനെ കാണിച്ചു തരും ഇതെങ്ങനെയാണ് പറിക്കൽ, എങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ പിച്ചെടുക്കൽ. മത്തൻ്റെ ഇല പിച്ചാന്നാണ് പറയാറ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഓർത്ത് ഇങ്ങനെ പിച്ചെടുത്ത്. ഇന്നിവിടെ ഉമ്മല്ല, ഞാൻ മാത്രമേ ഉള്ളൂ.
അങ്ങനെ അത് കഴിഞ്ഞ് അത് ഞാൻ ഒക്കെ ഒന്ന് ഫ്രഷാക്കി. ഓൾ എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അല്ലി നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓളോട് എക്സാമിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഓൾക്ക് മൂഡുണ്ടെങ്കിൽ എല്ലാം വന്ന് പറഞ്ഞുതരും. അതല്ലെങ്കിൽ ഒന്നും പറയില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടി നടക്കിയിരിക്കുക. അങ്ങനെ പിന്നെ ഓല സ്റ്റഡി ടേബിളിൽ പോയി നോക്കുമ്പോൾ അതിന്മേലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ആ കൽക്കുലത്ത ഇത് കിടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ക്രിസ്മസിൻ്റെ ഇതിൽ ഓള് പൊന്നൊറ്റക്ക് തന്നെ ഓലൊരു ടോയ്സിൻ്റെ ഇത് വെച്ചിട്ട് ഈ ലീഫൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ഒട്ടിച്ച് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഇത് കളയാൻ സമ്മതിക്കൂല. അപ്പം അതവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ അവിടെ എപ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കണ പണിയാണ്. എല്ലാവരൊക്കെ കുറേ സംഭവങ്ങളോടൊക്കെ അതിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ പോയി. കുറേ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ ചാടി വീണൊക്കെ പോയി. അപ്പോൾ തിന്ന മിഠായിത്തൊലി തൊട്ട് കുറേ പിന്നെ അതൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു പോരുന്ന സംഭവങ്ങളും എന്തൊക്കെയോ ക്രാഫ്റ്റും ഒക്കെ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേസ്റ്റുകൾ സംഭവങ്ങളും മുഴുവനുണ്ട്. ഇത് ഇന്നലെ ഇരുന്ന് ഇവിടെ എന്തൊക്കെയോ വെട്ടിക്കുത്തുന്ന കണ്ടപ്പോൾ ഞാൻ വേസ്റ്റൊക്കെ ഒഴിവാക്കണം. ഞാൻ ഒഴിവാക്കിക്കോളാം എന്ന് പറഞ്ഞ് ടേബിളിലുള്ളതൊക്കെ ഓൾ പൊറുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പെറുക്കിയ സാധനം വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എത്തിയിട്ടില്ല. അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ബുക്സും പെന്നും പെൻസിലും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇവിടെ ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി എടുക്കട്ടെ. ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇത് എവിടെ കണ്ടാലും വെട്ടി എന്തെങ്കിലും ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന പണിയാണ്. ഇതൊക്കെ എൻ്റെ ലിക്വിഡ് എംബ്രോയിഡറിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ച് കൊടുത്തുനിന്ന് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. എവിടെ വെച്ചാലും ഓല കയ്യിൽ കിട്ടും. അങ്ങനെ അല്ലീനെ അവിടെ ടി വി ഇട്ട് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എനിക്കിനെ കണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഫോണും ടി വിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ലിവിങ് നേച്ചർ കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഞങ്ങൾ പഫ്കി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഓലത് 2 തോല് ഇന്നലെ തന്നെ കാലിയാക്കി. എനിക്കാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കണം. പക്ഷേ അത് എൻ്റെ മക്കളുടെ നിന്ന് അത് കിട്ടൂല. ഞാൻ എൻ്റെ ഫ്രീ ആയിട്ട് വരാൻ നിൽക്കുന്ന ടൈമിൽ ഓലതൊക്കെ കളിയാക്കി ഇന്ത്യമൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പം അതിങ്ങനെ ചോദിച്ചപ്പം എന്നാൽ നമുക്ക് 2 കൂടെ തിന്നാമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തതാണ്. ഞാൻ എന്തെങ്കിലും തിരക്കിട്ട പണീൻ്റെ ഇടയിലാണെങ്കിൽ ഓലിങ്ങനെ വരും. ഇപ്പോൾ ഡയറി മിൽക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് അതിൻ്റെ പീസൊക്കെ കൊണ്ടിങ്ങനെ വരും. പക്ഷേ എനിക്ക് അങ്ങനത്തെ ടൈമിലൊന്നും എനിക്ക് തിന്നാൻ എൻ്റെത് അവിടെ വെച്ചോളൂ, ഞാൻ ഫ്രീ ആയിട്ട് തിന്നോണ്ടെന്ന് പറയും. വരുന്ന ടൈമിൽ പിന്നെ അവിടെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. പോയിട്ടുണ്ട്. സംഭവിച്ച മീനൊന്നും ഇല്ലെങ്കിൽ ചോറിറങ്ങാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് മത്തൻ്റെ ഇലയും പയറുപ്പേരിയും പിന്നെ ചെമ്മീൻ. ഇത് കണ്ടപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. എനിക്കെന്തോ ഈ ചെമ്മീൻ്റെ ഫ്ലേവർ വലിയ ഇഷ്ടമല്ല. അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതായിരുന്നു. പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതാ കണ്ണിമാങ്ങ അച്ചാർ. ഇന്നൊരു കണ്ണിമാങ്ങനെ ഞെക്കി പുറത്തെടുക്കാൻ ഞാൻ കുറേ പാടുപെട്ടു. അതിൻ്റെ ഫൈനൽ ലാസ്റ്റ് ഭാഗം മാത്രമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും ഒരു കൈ കൊണ്ട് ഇതെടുക്കലും ഒക്കെ കൂടായിട്ട്.
വീഡിയോയിൽ കാണാൻ നല്ല കളർഫുൾ ആണെന്നുണ്ടെങ്കിലും ഇത് മാത്രമാകുമ്പോൾ നമുക്ക് ചോറ് അങ്ങനെ ഇറങ്ങി പോകാനൊരു പണിയാണ്. പിന്നെ ഇത് ഇന്നലെ അവിടുന്ന് മറ്റേ ഈ സോപ്പ് ഡിസ്പെൻസർ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇതെന്ത് നല്ല ഓഫറിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതായിരുന്നു. ഞാൻ കുറേ മുന്നേ ഐസ്ക്രീമിൻ്റെ ബോക്സ് കൊണ്ട് ഇതുണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ കാലം കേടുകൂടാതെ, അതിന് കേടൊന്നുമില്ല, കുറേ കാലം ഇങ്ങനെ പ്രസ് ചെയ്തായപ്പം അതിൻ്റെ ആ ഒരു നമ്മൾ ഈ ഇത് പുറത്തേക്ക് വരുന്ന ഇത് ഫിറ്റ് ചെയ്ത് കൊടുത്ത ആ ഭാഗം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോവൽ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനത് ഒഴിവാക്കിയത്. കുറേ കാലം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതിലേക്ക് വിം ഒഴിച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് ഇതൊന്ന് എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരുടെയും വീഡിയോയിൽ ഇങ്ങനെ കാണുന്നല്ലാണ്ട് ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് ഞാൻ കാണിച്ച കാര്യം കണ്ടോളൂ. ഞാനിത് വെച്ച് സ്ക്രബ്ബറൊക്കെ എടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. പ്രസ് ചെയ്ത് എത്ര പ്രസ് ചെയ്താലും വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരൊറ്റ പ്രസ്സിന് തന്നെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കാണാൻ ലിക്വിഡ്. പക്ഷേ ഇത് എത്ര പ്രസ് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ എനിക്കിത് 95 രൂപക്കൊക്കെയാണ് ഓഫറിൽ അങ്ങനെ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ പറ്റിച്ച്, ഇത്രയൊക്കെ ഓഫറിന് കിട്ടിയതുകൊണ്ടായിരിക്കും അതിങ്ങനെ വരാത്ത ലോക്കൽ സാധനമാണെന്നൊക്കെ വിചാരിച്ച് പിന്നെയും കുറേ പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട് ആര് വരാൻ. അങ്ങനെ അവസാനമാണ് മനസ്സിലായത് ഇതിൻ്റെ ഹോള് നമ്മളൊന്ന് കുത്തി കൊടുക്കണം, അവിടെ ഹോള് ശരിയാക്കി കൊടുക്കണം എന്നുള്ളത്. എങ്ങനെ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തപ്പോൾ തന്നെ പുറത്തേക്ക് വന്ന കൈ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ ആയിട്ട്. ഇത് നല്ല അടിപൊളിയാണ്.